കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഒരു പെൺകുട്ടി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലെല്ലാം അത് ഭയങ്കര വൈറലായിരുന്നു. ഒരു യുവാവാണെങ്കിൽ ആ പെൺകുട്ടിയെ ഭയങ്കരമായിട്ട് ഒരു ലൈംഗികപരമായിട്ട് ചൂഷണം ചെയ്യുന്നു എന്നുള്ള രീതിക്കത്തൊരു വീഡിയോ ആയിരുന്നു അത്. പക്ഷെ അത് കുറെ നാൾ കഴിഞ്ഞ് അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ ഉടനെ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ജീവിതം തന്നെ നഷ്ടപ്പെടുന്ന ഒരു രീതിക്കത്തേക്കാണ് അത് വന്നത്. നമ്മളെല്ലാവരും കണ്ടതാണ് ഒരു സംഭവം. ആ സത്യം പറഞ്ഞ് ഞാൻ വീഡിയോ കാണുമ്പോഴേ നമുക്കറിയാം ആ യുവാവ് ഒന്നും ചെയ്തിട്ടില്ല. പുള്ളിക്കാരന്റെ അടുത്തോട് ചെന്ന് മുട്ടുകയും തൊടുകയും ഒക്കെ ചെയ്യുവാന്നുള്ളത് നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഇതൊരു ട്രെൻഡായിട്ട് മാറിയിരിക്കുകയാണ്. ഇതുപോലൊരു സംഭവം നടന്നിട്ട് ഇപ്പം ഏകദേശം ഒരാഴ്ച തികയുന്നതിന് മുമ്പായിരുന്നു പിന്നെയും ഇതുപോലൊരു ദാരുണ സംഭവം ഉണ്ടായിരുന്നു. മറ്റേതില പിന്നെ ആ പെൺകുട്ടി ആളുടെ മുഖം ബ്ലറാക്കിക്കൊണ്ടിരുന്ന ഇത് പച്ചയ്ക്ക് ഉള്ള രീതിയിൽ ആദ്യം ഞാൻ ഈ വീഡിയോ സോഷ്യൽ മീഡിയ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു ട്രോൾ വീഡിയോ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇത് കണ്ടത്. കാരണം നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഇപ്പൊ അങ്ങനത്തെ സംഭവം, അതായത് ഇതിന് മുമ്പ് നടന്ന സംഭവം കണ്ടിട്ട് പെട്ടെന്ന് ഈ വീഡിയോയിൽ ഈ പെൺകുട്ടി ഇങ്ങനെ ആളുടെ മുഖമൊക്കെ കാണും. ഞാൻ വെച്ചിട്ട് നമ്മൾ ഒത്തിരി റീലൊക്കെ കാണുന്നില്ല, അതുപോലൊരു സംഭവമാണ് ഞാൻ തുടക്കത്തിൽ വിചാരിച്ചത്. പക്ഷെ പിന്നെ കണ്ടു വന്നപ്പോഴാണ് പിന്നീട് ഇതൊരു പ്രശ്നമാണെന്നാണ്, ഇതൊരു സീരിയസ് ആയിട്ടുള്ള സംഭവം മനസ്സിലാകുന്നത്. ഇതിപ്പോ എന്തോ റീച്ചിന് വേണ്ടി ഇതിപ്പോ ഒരു ട്രെൻഡ് ആക്കി മാറ്റിയേക്കുവാണ് പെൺകുട്ടികള് മിക്കവാറും എല്ലാവരും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ റീച്ചൊക്കെ നമ്മൾ നല്ലതാ, പക്ഷെ അത് ഓരോ രീതിക്ക് ഉദ്ദേശിച്ച് നമുക്ക് വേറൊരാൾക്ക് ദോഷം ചെയ്യാത്ത രീതിക്ക് നമുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ അയാളുടെ മുഖം വേണേ കാണിക്കണ്ട, പുള്ളിക്കാർക്ക് വേണേ വീഡിയോ പോസ്റ്റ് ചെയ്യാം, വേണേ മുഖം ബ്ലർ ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാം. എന്തുകൊണ്ട് ഇവരൊന്നും പ്രതികരിക്കുന്നില്ല, അതാണ് എനിക്കുള്ള ഒരു ചോദിക്കാനുള്ളത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പെണ്ണായതുകൊണ്ടാണ് ഇപ്പൊ ഇത്രയും ഒരു പ്രതികരണങ്ങൾ വരുന്നത്. കാരണം ഒരു ആണായിരുന്നെങ്കിൽ ഇപ്പം ഓപ്പോസിറ്റായിട്ട് എത്രയോ പെണ്ണുങ്ങളാണെങ്കിൽ ഇപ്പം ഈ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ച് അത് ചെയ്യണം ഇത് ചെയ്യണം മറ്റേ തൂക്കിക്കൊല്ലണം അല്ലെങ്കിൽ പിന്നെ ഇതിപ്പോ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ആയതിന്റെ പേരിൽ എല്ലാം ഒതുങ്ങി പോകുന്ന രീതിയിലാണ് ഇപ്പം പറയുന്നത്. ഇപ്പൊ നമ്മള് പറയുമ്പോ ചിലവർക്ക് ഇതാകും നമ്മളൊരു പുരുഷന്മാർക്ക് സപ്പോർട്ട് ചെയ്ത് ഇപ്പൊ നമ്മള് പുരുഷന്മാരായതുകൊണ്ട് പുരുഷന്മാരെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നൊന്നും ഇല്ല. നമ്മള് ആരാണോ ആരുടെ ഭാഗത്താണോ ശരി അവരുടെ കൂടെ നമ്മൾ നിൽക്കുന്നത്. ആ വീഡിയോ കാണുന്ന ബുദ്ധിയുള്ള ഒരു മനുഷ്യന് ആർക്കാണെങ്കിലും മനസ്സിലാവും ആ പെണ്ണ് അങ്ങോട്ട് ചെന്നാണ് മുട്ടുക. എന്നാൽ ഒരു പ്രാവശ്യം സംഭവിച്ചു, എന്നാൽ ഇച്ചിരി ഇതുള്ളവര് മാറി നിൽക്കാം. അവള് വീഡിയോയ്ക്ക് വേണ്ടി അവൾ അടുത്തടുത്ത് കയറി ചെല്ലുക. ഞാൻ ഇതുപോലെ ആണെങ്കിൽ വേറൊരു വീഡിയോ ഇതുപോലെ ഫേസ്ബുക്കിൽ കുറച്ച് മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊരു പ്രമുഖനായിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലുള്ള ഒരു പുള്ളിക്കാരന്റെ വീഡിയോയാണ്. അപ്പൊ പുള്ളി അതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ആളുടെ കയ്യിൽ, ദീപക് എന്ന് പറഞ്ഞ ആളുടെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ ബാഗ് ശരിക്കും ഇങ്ങനെ ബാഗ് പിടിച്ചിരുന്നത്. നോർമലായിട്ട് നമ്മൾ ഒരു ബാഗ് പിടിക്കാൻ നേരമാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ലൈൻ കൊണ്ട് പിടിക്കുകയാണെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ടായിരിക്കും നമ്മൾ ഇറങ്ങുന്നത്. ഇപ്പൊ 2 ലൈൻ കൊണ്ട് പിടിക്കുക നോർമലി കൈ രണ്ടും ഒരേ ലെവലിലായിരിക്കും കൈ എഴുതുന്നത്. ഈ ഒരേ ലെവലിൽ വന്ന സമയത്ത് ഒരു പ്രാവശ്യം ആ പെൺകുട്ടിയുടെ ദേഹത്തൊന്ന് മുട്ടിയപ്പോ ഇയാൾക്ക് മനസ്സിലായി എന്റെ കൈ അറിയാതെ മുട്ടി എന്ന് പറഞ്ഞപ്പം ഇയാളെ കൈ ഒന്ന് താത്ത്. ഈ വീഡിയോ 1 സെക്കൻഡോ 2 സെക്കൻഡോ തോന്നുന്നു. ആ വീഡിയോ സ്ലോ മോഷൻ ആക്കിയാണ് ഒരു 3-4-5 സെക്കൻഡ് ആയിട്ടുള്ള രീതിക്കാണ് ആ പെണ്ണി ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായ ഒരു റീച്ചിന് വേണ്ടി തന്നെയാണ് അവളെ നോക്കിയപ്പോ ഇപ്പം വേറൊരു സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായി. ആ പെൺകുട്ടിക്ക് ഫോളോവേഴ്സ് കയറി, പിന്നെ എനിക്ക് ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ പബ്ലിസിറ്റി ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അവർക്ക് ഗുണം ചെയ്യുന്നുള്ളത് അവർക്ക് നല്ല രീതിക്ക് തന്നെ അറിയാം. അതൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിന്റെ കാലഘട്ടം അല്ലെങ്കിൽ ഇവിടുത്തെ ഇപ്പോഴത്തെ നിയമം അങ്ങനെ നമുക്ക് പറയാം. കാരണം ഇങ്ങനെ കാണിക്കുന്നവരെ അനുകൂലിക്കാനാണ് ഒത്തിരി പേര് ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ അതിനകത്ത് ഇരയായവരെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ട് പറയാനോ ഒന്നും ഇതുവരെ ആരും വന്നിട്ടില്ല. സിമ്പിളായിട്ട് പറയണേ ആരുടെ ഭാഗത്താണ് ശരിയെന്നൊന്നും ആരും നോക്കുന്നില്ല. ഇപ്പം എല്ലാവരും പറയുന്നത് നിയമം എല്ലാവർക്കും ഒരുപോലാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് പെണ്ണുങ്ങൾക്ക് മാത്രം ഒരു നിയമം, ആണുങ്ങൾക്ക് മാത്രം ഒരു നിയമം എന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം എല്ലാവരും പറയും ഇക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞാലും എവിടെ ആണെങ്കിലും ഒരു ലേഡീസിനാണ് മുൻഗണന, അങ്ങനെ കൊടുക്കണം റെസ്പെക്ട് നമ്മൾ കൊടുക്കണം. പക്ഷെ ഇങ്ങനത്തെ ഒരു കേസ് വരുമ്പം ആണുങ്ങളുടെ മാത്രം ഇതിലായിരിക്കും ഏറ്റവും കൂടുതൽ പ്രശ്നം. ഇപ്പൊ എന്തുകൊണ്ട് ഈ ഒരു പെണ്ണിന്റെ ഫോട്ടോ പോലും ആരും ന്യൂസ് ചാനലിൽ പോലും ഓപ്പൺ ആയിട്ട് കാണിക്കും. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനൊരു പ്രശ്നം വൈറലായതുകൊണ്ട് മാത്രമാണ് ആ പെൺകുട്ടിയുടെ ഫോട്ടോ വന്നത്, അവിടെ പേര് വന്നത്, ഡീറ്റെയിൽ അതൊരു ഇൻസ്റ്റാഗ്രാമിലൊക്കെ അതുകൊണ്ട് അങ്ങനെ വന്നത്. ഇല്ലായിരുന്നെങ്കിൽ ഇതൊരു അതിജീവിത അല്ലെങ്കിൽ പെൺകുട്ടി അങ്ങനെയുള്ളതേ വരുത്തുള്ളൂ. ഇപ്പൊ ഇതേ മരിച്ച ആൾക്ക് ഇങ്ങനെ ഒരു സംഭവം നടന്നു, എന്നിട്ട് പുള്ളിയുടെ വീട് എവിടാ, പുള്ളിയുടെ പേരെന്തോ എന്നുള്ളത് എല്ലാവരും പറയുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ വീടേക്കാണെങ്കിൽ നമ്മളും പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് അപ്പൊ ഒരു പെൺകുട്ടിക്ക് അങ്ങനെ ഒരു സംഭവം വരുമ്പോൾ അത് പറയുന്നില്ല. അപ്പൊ അവര് പറയും അവർക്ക് വേറൊരു ലൈഫ് ഇല്ലേ എന്ന് പറയും. അപ്പൊ എന്താ ബാക്കി ആൺപിള്ളേർക്കും അപ്പം ഒരു ലൈഫ് ഇല്ലേ? ഇപ്പൊ ഈ മരിച്ചു ഇയാൾക്കൊരു ലൈഫ് ഇല്ലായിരുന്നു, അവർക്കൊരു കുടുംബം ഇല്ലായിരുന്നു, ഒറ്റ മോനായിരുന്നു. അവരുടെ അമ്മയ്ക്കും അച്ഛനൊക്കെയാണെങ്കിൽ നല്ല പ്രായമായിട്ടുള്ളവരായിരുന്നു.
അപ്പൊ അവരുടെ ലൈഫോ? അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇക്വാളിറ്റി ഉണ്ടെന്ന് പറയുന്നത് വെറുതെ പറയുന്നത്, വെറും വാക്കാണ്. ഒരിക്കലും നമ്മുടെ നാട്ടിൽ ഇക്വാളിറ്റി എന്ന് പറയുന്ന സംഭവം ഇല്ല. ഇപ്പൊ ഈ പെണ്ണുങ്ങൾ ചിലപ്പോൾ ചിലർ പറയുന്നത് സത്യമായിരിക്കാം, ഇങ്ങനെ ടച്ച് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ സത്യമായിരിക്കാം. ചിലർ പറയുന്നത് വെറുതെ ഇതുപോലെ റീച്ച് കിട്ടുമെന്ന് പറഞ്ഞുള്ള രീതിക്ക് പറയുന്നതായിരിക്കാം. പക്ഷെ അതെന്താണോ പറയുന്നത് കറക്റ്റായിട്ട് മനസ്സിലാക്കി ശരിക്കും എന്താണ് സത്യം എന്നുള്ളത് അറിഞ്ഞിട്ട് നമ്മൾ ഒരു തീരുമാനം. വീഡിയോ കാരണം ഒരു കുടുംബത്തിന്റെ ഇതാണ് അടഞ്ഞു പോയത്. അതാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇതിപ്പോ അവര് റീച്ച് ഉണ്ടാക്കിയല്ലേ അവരിത് പറഞ്ഞിട്ട് അവരങ്ങ് പോയ ആ കുടുംബത്തിനും അല്ലെങ്കിൽ ആ മരിച്ചുപോയ അല്ല. ഇപ്പൊ ഈ കാര്യം തന്നെ ആണെങ്കിൽ തന്നെ ഇപ്പം എന്തുവാ കുറച്ചു നാൾ കഴിഞ്ഞാണെങ്കിൽ ഈ പെണ്ണിനെ പോലും ആരും ഒന്നും പറയത്തില്ല, നമ്മളെല്ലാവരും മറക്കും. നമ്മൾ ഉൾപ്പെടെ ഈ കാര്യം മറക്കും. പക്ഷെ എപ്പോഴും നഷ്ടം അവരുടെ വീട്ടിലുള്ളവർക്കും പുള്ളിക്കാരന്റെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരുടെ കാര്യം പറഞ്ഞപ്പോഴാണ്. ഇപ്പൊ ന്യൂസിലൊക്കെ ആണെങ്കിൽ പറയുന്നുണ്ട്, ഈ പുള്ളിയുടെ കൂട്ടുകാരനോട് പുള്ളിയാണെങ്കിൽ സജഷൻസ് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണമെന്നും പറഞ്ഞു. പുള്ളി ഭയങ്കരമായിട്ടാണെങ്കിൽ ഒരു ട്രോമയിലാണെങ്കിൽ ആയിപ്പോയി. ഈ ഒരു പ്രശ്നം വന്ന് ഈ വീഡിയോ വൈറലായതിനു ശേഷം കൂട്ടുകാരോട് പറഞ്ഞു ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്. അപ്പൊ കൂട്ടുകാരന്മാരെല്ലാം പറഞ്ഞു കൊടുത്ത് നമുക്ക് ലീഗലായിട്ട് മൂവ് ചെയ്യാം, ആ പെൺകുട്ടിക്കെതിരെയാണെങ്കിൽ നമുക്കൊരു സംഭവം കൊടുക്കാം എന്നുള്ള രീതിക്കാണ് പറഞ്ഞത്. പക്ഷെ എങ്കിലും നമുക്ക് ഓരോരുത്തർക്കും ഓരോ മൈൻഡ് സെറ്റ്. ഇയാൾ മണ്ടത്തരം കാണിച്ചെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ചിലപ്പോ ആ ഒരു സമയത്ത് ഞാൻ ഒറ്റയ്ക്കായി പോയി, ഞാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യചിഹ്നം വന്നപ്പോ പുള്ളി എന്തെങ്കിലും സംഭവം ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും പറയാനാവും. പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോഴായിരിക്കും നമ്മൾ ആത്മഹത്യ ചിന്ത അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചിന്തയിലോട്ട് പോകുന്നത്. നമുക്ക് അവരുടെ കാര്യം പറയാനും പറ്റില്ല. പിന്നെ ഇപ്പം പുള്ളിയുടെ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ മരിച്ചതിന് ശേഷം ആൾക്കാർ പറയുമ്പോഴാണ് ഇവരറിയുന്നത് ഇതായിരുന്നു കാരണമെന്ന്. കാരണം ഈ ഒരു സംഭവം സംഭവിച്ചതിന് അവര് പറഞ്ഞ എന്റെ മോനാണെങ്കിൽ 2-3 ദിവസമായിട്ടൊന്നും വലുതായിട്ട് സംസാരിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, വരുന്നു ഭക്ഷണം കഴിക്കുന്നു പോകുന്നു, അത്രേ ഉള്ളൂ. അല്ലെ ഗുളികയൊക്കെ എടുത്തു തരുന്നു, അല്ലാതെ ഭയങ്കരമായിട്ടൊന്നും സംസാരിക്കുന്നില്ല. എന്താണെന്ന് മനസ്സിലായില്ല എന്നാണ് അവര് പറഞ്ഞത്. ഇതിപ്പം എല്ലാരും നോക്കും, നമ്മുടെ കേരളത്തിന് മാത്രമല്ല എല്ലാ ഇതിലും ഞെട്ടിക്കുന്ന ഒരു ഇതാണ്. അതായത് ഒരു പെൺകുട്ടി അവിടെ റീച്ചിന് വേണ്ടി കാണിച്ച ഒരു കുടുംബത്തിനെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് തന്നെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു പ്രശ്നമായിട്ടാണ് ഇത് മാറി. നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയത്തില്ല. ഇപ്പം ഈ സംഭവം ഈ ഒരു സാധനം സത്യം പറഞ്ഞ ഇൻസ്റ്റാഗ്രാമില് ഒരു തമാശ രീതിക്ക് ട്രെൻഡായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ആ സാധനം ഇങ്ങനെ നമ്മുടെ വേർഷനിലും അല്ലാതെയൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട്, അതായത് ചിലർ ക്രിയേറ്റ് ചെയ്ത് തന്നെ എടുക്കുന്ന രീതിക്കത്തെ വീഡിയോ ട്രെൻഡ് ചെയ്ത് വരുന്ന സാധനമായിരുന്നു. അപ്പം ഇത് കണ്ടിട്ട് ചില ആൾക്കാർ എന്നാൽ നമുക്ക് ഒറിജിനലായിട്ട് അങ്ങ് എടുത്തു കളയാം എന്ന് വിചാരിച്ച് ആദ്യം മുതലേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് അങ്ങനെ കുറച്ചു പേരൊക്കെ അറിയാം. ഇതിനു മുമ്പ് ഇതിലും പ്രായം കുറഞ്ഞൊരു പെൺകൊച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാം. പക്ഷെ അവള് വീഡിയോ ഇട്ടപ്പം ആളുടെ ഫേസ് കൂടെ ബ്ലർ ചെയ്തിട്ടുണ്ട്. അതൊരു ഉപകാരം ആ പെൺകുട്ടി എന്തെങ്കിലും ചെയ്തു. അതുകൊണ്ട് ആ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ പോലെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് പറയണം. ഇപ്പൊ ആ പെൺകുട്ടി ഒരു പെൺകുട്ടിയാണെങ്കിൽ ഒരാളുടെ അടുത്ത് ഇരിക്കുക, ഈ പെൺകുട്ടിയാണെങ്കിൽ കൈ ആണെങ്കിൽ ഇങ്ങനെ പൊക്കി ഇങ്ങനെ ഒന്ന് വെച്ചേക്കുക, ഇങ്ങനെ വെച്ചേക്കുമ്പോൾ ഇയാൾ വന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇരിക്കുന്നു, എന്നിട്ട് ഈ പെണ്ണിങ്ങനെ കൈ ആക്കുന്നു, ഇത്രേ ഉള്ളൂ. ബുദ്ധിമുട്ടുണ്ടാകുവാണെങ്കിൽ ഒന്നെങ്കിൽ പ്രതികരിക്കണം. എന്നിട്ട് അവള് പിന്നീട് ലൈവ് ഇട്ടാൽ പറഞ്ഞു നിങ്ങൾ കണ്ടോ പ്രതികരിക്കും. നമ്മള് കണ്ടില്ല, പിന്നെ നമ്മൾ ഈ വീഡിയോ ഇപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് പ്രതികരിച്ച് കഴിഞ്ഞാൽ ബസ്സിലെ കണ്ടക്ടർ ആണെങ്കിലും അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ആൾക്കാർ അവർക്ക് സപ്പോർട്ട് ചെയ്യും. അല്ലാതെ അവള് വീഡിയോ താത്തു വെച്ച് വീഡിയോ എടുത്തിട്ട് പിന്നെ വേറൊരു കാര്യം പറയാം, ഇത്രയൊക്കെ മൈൻഡിലുള്ള പെണ്ണ് എന്തിനാ ഒരു പോയി എന്തിനായിരിക്കുന്നേ, അല്ലെങ്കിൽ എഴുന്നേറ്റ് പോകണം. നമ്മൾ ആ ഒരു വീഡിയോ മറ്റേ പെണ്ണിന്റെ വീഡിയോ കാണുമ്പോൾ അറിയാം, ആ ആണായിട്ടുള്ള ആള് ഞാനിപ്പോ ഇരിക്കുന്ന ഈ ഒരു ഭാഗത്ത്, പെണ്ണായിട്ടുള്ള ആളാണെങ്കിൽ മറ്റേ ആ ഒരു വിൻഡോ സീറ്റിൽ അവിടെ ഇരിക്കുന്നേ. എന്തിനങ്ങനെ ഇരിക്കാൻ പറയണം, ഇതുപോലെ ഇങ്ങനെ എനിക്ക് ബുദ്ധിമുട്ടായിട്ട് നമുക്കാണെങ്കിൽ ഇപ്പം നമ്മൾ ചിലപ്പോ ആണാണെങ്കിൽ തന്നെ നമ്മൾ ബസ് ഇരിക്കും, ചിലരുടെ അടുത്തിരിക്കുമ്പോൾ നമുക്കൊരു അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ എന്തോ ചെയ്യും, നമ്മൾ എഴുന്നേറ്റ് മാറും. അങ്ങനെ മാറുന്ന പെൺപിള്ളേരും ഉണ്ട്. പക്ഷെ അങ്ങനെ മാറണമെന്നാണ് നമ്മൾ പറയുന്നത്. പിന്നെ അങ്ങനെ മാറണം, അല്ലെങ്കിൽ പ്രതികരിക്കണം. അത് പിടിച്ചോണ്ട് ഇങ്ങനെ അറിഞ്ഞിരുന്നിട്ട് വീഡിയോ എടുത്ത് റീച്ച് ഇത് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് അന്നേരം തന്നെ പ്രതികരിക്കും. വേറൊരു കാര്യം ശ്രദ്ധിക്കുക, ആ പെൺകുട്ടി റീച്ചിന് വേണ്ടി ചെയ്താൽ മാസ്ക് ഇട്ടിട്ടാ ചെയ്യുന്നത്. അതങ്ങനെ പിന്നീട് ഒരു പ്രശ്നം വരുവാണെങ്കിൽ ഇത് വള്ളിയായിട്ട് വരുമെന്ന് കണ്ടിട്ടായിരിക്കും. എന്നിട്ട് അവള് മാസ്ക് ഇടാതെ അടുത്ത വീഡിയോ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിയുള്ള കാര്യത്തിൽ സബ്സ്ക്രൈബേഴ്സ് അല്ല ഫോളോവേഴ്സ് കൂടുകയും ചെയ്യും. ഏതാണ്ട് 13. പിന്നെ വേറൊരു സംഭവമുണ്ട്. ഇപ്പൊ ഈ ദീപക് എന്ന് പറഞ്ഞ ആളുടെ ഈ കാര്യത്തിലുണ്ടായിരുന്ന ആ ഒരു പെണ്ണ്, ആ പെണ്ണിന്റെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് അക്കൗണ്ട് മൊത്തം പൂട്ടിച്ചു. അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. മൊത്തം ആൾക്കാർ കണ്ട് അത്രയ്ക്ക് ആൾക്കാർക്ക് ദേഷ്യം വന്നിട്ടിരിക്കുകയാണ്. ഇപ്പം എന്റെ ഇത് വെച്ചിട്ട് അവർക്കെതിരെ ഒരു കൊലക്കുറ്റത്തിന് തന്നെ നിയമ നടപടി എടുക്കണമെന്നാണ് ഒരു നമ്മുടെ ഒരു ഇതെന്ന് പറയുന്നത്. കാരണം ശരിക്കും ഇതൊരു കൊലപാതകം തന്നെയാണിത്. എന്നാലേ
പിന്നീട് ഇത് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ ഇത് ഇറങ്ങി കഴിഞ്ഞപ്പോ ചിന്തിച്ചവളന്മാര് കാണും. നമ്മളിപ്പോ ഞാനിപ്പോ ഒന്നുകൂടെ പറയാം, അവളുമാര് തന്നെയല്ല അവന്മാരും, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇനി ഇതുപോലെ ഒരു സംഭവം ആർക്കും ഉണ്ടാവില്ല. ഇപ്പം ബസ് വെച്ച് പെണ്ണുങ്ങളെയൊക്കെ ശല്യം ചെയ്യുന്ന, ട്രെയിനിൽ വെച്ച് ശല്യം ചെയ്യുന്ന ഇഷ്ടം പോലെ ആൾക്കാരെ നമുക്ക് നേരിട്ട് കണ്ട അനുഭവം ഉള്ളതാണ്. ഞങ്ങൾ നേരിട്ട് തന്നെ കണ്ടും ഞങ്ങൾ അതിന് പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ നമുക്കപ്പോ അതുപോലെ ഒരു കാര്യം ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ, ഇപ്പൊ നിങ്ങളുടെ മക്കളൊക്കെ കാണും, പെൺമക്കൾ കൊച്ചു പിള്ളേരായിരിക്കും ചിലപ്പം, ഇപ്പം 18 വയസ്സിന് താഴെയുള്ളവരാണെങ്കിലും നിങ്ങളാണെങ്കിൽ ഇങ്ങനത്തെ വാർത്തകളും കാര്യങ്ങളും ഒക്കെ അവരെ കാണിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ന്യൂസ് വരുമ്പോൾ നീ അകത്തോട്ട് വെക്കോ അല്ലെങ്കിൽ നിങ്ങൾ അപ്പുറത്തോട്ട് വെക്കോ എന്ന് പറഞ്ഞ് ഒരിക്കലും വിടരുത്. അവരിത് എന്താണെന്നുള്ളത് അവരെ അറിയിച്ചാലും വളർത്തണം. എന്നാലേ ഈ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ എന്താണെന്ന് അവരോട് അറിയണം. എന്നാലേ നാളെ അവർക്കൊരു പ്രശ്നം വരുവാണെങ്കിൽ അവർക്ക് പ്രതികരിക്കാനുള്ള ഒരു സംഭവം അവർക്ക് മനസ്സിലായാലേ കറക്റ്റ് ഇത് പറഞ്ഞു കൊടുക്കണം, ഇത് എന്തായിരുന്നു സംഭവം, ഇതിനുള്ള സൊല്യൂഷൻ എന്താ. നിങ്ങൾ ഇതേപോലെ ഒറ്റയ്ക്ക് പെടുവാണെങ്കിൽ ഉടനെ അടുത്തുള്ള ആരെങ്കിലും പറയുക, അല്ലെങ്കിൽ മോശം അനുഭവം വീട്ടിലുള്ള ഒരിക്കലും കൊച്ചു പിള്ളേരാന്നും പറഞ്ഞ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതെങ്ങനെ പിള്ളേരെ കാണിക്കുന്ന പറഞ്ഞ് ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. എല്ലാവരും അല്ലെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം, ഇവിടെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ ആ വീഡിയോ എടുത്തുകൊണ്ട് കേസ് കൊടുക്കണം. അതൊക്കെയാണ് മാന്യത. അതായത് ഒരാളെ ഇങ്ങനെ തട്ടിമുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ട് അവർക്ക് ശരിക്കും അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവൾ ആ വീഡിയോ നേരെ പോലീസുകാരെയാണ് അതാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അത്രയും ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയെ പിടിക്കും. അതൊന്നുമല്ല, ഇത് വീഡിയോ കാണുമ്പോൾ പറയാം അടുത്തടുത്ത് അതല്ല. വേറൊരു സംഭവം കൂടെ ഉണ്ട്. അത് വീഡിയോ ആണെങ്കിൽ എടുത്തിട്ട് ഡബ് ചെയ്തേക്കുക. അതായത് ചുമ്മാതെ ഇങ്ങനെ വീഡിയോ പിടിച്ചിട്ടാണെങ്കിൽ നമ്മൾ രണ്ടാമത് എഡിറ്റ് ചെയ്യാൻ നേരം ഡബ് ചെയ്ത് വോയിസ് ഇടയ്ക്ക് കയറ്റിയേക്കുന്ന വീഡിയോ ആണ് മറ്റേ വീഡിയോ. മറ്റേ മാസ്ക് വെച്ച് പെൺകുട്ടിയുടെ ഒരു വീഡിയോ, അങ്ങനത്തെ വീഡിയോ. സത്യം പറഞ്ഞാൽ ഇതിപ്പോ ഒരു അല്ല, ഈ പെണ്ണിന്റെ വീഡിയോ അങ്ങനത്തെ വീഡിയോ അല്ലേ? അല്ല, ഇവിടെ കാര്യങ്ങളൊന്നും ഇല്ല. ഇങ്ങനെ വീഡിയോ എടുത്തോണ്ട് നിൽക്കുക. രണ്ടാമത് ഇവള് ഒരു ഇത് പറഞ്ഞപ്പോഴാണ് ഇതിനകത്ത് വീഡിയോ ആഡ് ചെയ്തത്. ഓ ശരി. രണ്ടാമത് ഒരു വീഡിയോ കൂടെ ഇട്ടായിരുന്നു. ഒരു വീഡിയോ ഞാൻ പറഞ്ഞതാണ്, എന്റെ ഒരു പ്രശ്നമല്ല, ഇങ്ങോട്ടൊന്നും തട്ടിയതാണെന്നുള്ള ഒരു വീഡിയോ പറഞ്ഞപ്പോഴാണ് അതിനടിയിൽ മറ്റേ പറഞ്ഞ 2 സെക്കൻഡുള്ള വീഡിയോ സ്ലോ മോഷനിലിട്ട് തട്ടിച്ചത്. വീഡിയോ സത്യം പറഞ്ഞ ബുദ്ധിയുള്ളവർക്ക് ആർക്ക് കണ്ടാലും മനസ്സിലാവും. അങ്ങോട്ട് ചെന്ന് പറഞ്ഞത് എന്റെ ഈ പെൺകുട്ടി അല്ല, ഇതിന് മുമ്പത്തെ പെൺകുട്ടി പറഞ്ഞത് എന്റെ ഈ വീഡിയോ ഇട്ടിട്ട് ഒത്തിരി പേര് അരി മേടിക്കുന്നുണ്ട് റീച്ചിന് വേണ്ടി. എന്തൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞത് ഞങ്ങൾ വരെ ആ പെണ്ണിന്റെ ഈ ഒരു സംഭവത്തെ ഞാൻ ഷോർട്ട് ചെയ്തത്. അപ്പൊ തന്നെ നമുക്കറിയാലോ അവർക്ക് അത്രത്തോളം ഒരു റീച്ച് കിട്ടിയത് കൊണ്ടാണ് നമ്മൾ തന്നെ അവർക്ക്. നമ്മളിപ്പം ഈ വീഡിയോ ചെയ്യുമ്പോൾ പലർക്കും നീയൊക്കെ പിന്നെ, പക്ഷെ ഇതൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പം അങ്ങനെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ആ പുള്ളി ജീവൻ ഒടുക്കിയില്ല എങ്കിൽ നമ്മൾ ഇത് വീഡിയോ ചെയ്യത്തില്ല. ഇത് ഇത്രയും പ്രശ്നമാണെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്ന കുറച്ച് പേര് കാണും. അപ്പൊ അവരിത് അറിയാത്ത കുറച്ച് പേര് കാണും. അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മൾ വീഡിയോ ചെയ്യുന്നതല്ല. നമുക്ക് അല്ല, ഇപ്പൊ നമ്മൾ അങ്ങനെ പറയുകയാണെങ്കിൽ തന്നെ ശരി, നമ്മൾ റീച്ചിന് വേണ്ടി തന്നെ ചെയ്യുന്നത്. നമ്മളെ വീഡിയോ ഇടുന്നത് നമുക്കാണെങ്കിൽ റീച്ചിന് വേണ്ടി ഇടുന്നതാണ്. പക്ഷെ നമ്മൾ വീഡിയോ ഇടുന്ന ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യത്തിന് നമ്മൾ ഇതുവരെയായിട്ട് വീഡിയോ ഇട്ടിട്ടില്ല, ഇനി ഇടത്തുമില്ല. നമുക്ക് ശരിയെന്ന് തോന്നുന്ന, അതേപോലെ തന്നെ ഒരു ഒട്ടുമിക്ക ആൾക്കാർക്ക് എല്ലാവർക്കും അതാണ് ശരിയെന്ന് തോന്നുന്നതിന്റെ കൂടെ മാത്രമേ നമ്മൾ ഇതുവരെ വീഡിയോ ചെയ്തിട്ടുള്ളൂ. അങ്ങനത്തെ ഒരു കാര്യത്തിന് പ്രതികരിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല. ഇപ്പോഴത്തേന്ന് വെച്ചാൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ ഈ വഴിയുള്ള നമുക്ക് തോന്നുന്ന അല്ലാതെ നമുക്ക് ഒരു മാർഗമില്ല. അപ്പൊ നമുക്ക് പറയാനുള്ളത് 10 പേരെ ഇപ്പൊ ഞങ്ങളുടെ അഭിപ്രായമുള്ള അതേ ആൾക്കാരായി ഇപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെങ്കിലും ഇപ്പൊ നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് കമന്റ് ഇടാനും കാര്യങ്ങളൊക്കെ പറ്റും. അപ്പൊ നമ്മുടെ മനസ്സിൽ ഇരിക്കുന്ന കാര്യം നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് ഇപ്പൊ യൂട്യൂബ് എന്നൊക്കെ പറയുന്ന പോലത്തെ സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്. ഇതിപ്പോ നമുക്ക് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് നെഗറ്റീവായിട്ട് ഇവര് യൂസ് ചെയ്ത പോലെയും ചെയ്യാം, ഇതുപോലെ പോസിറ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു സ്റ്റാൻഡിങ് കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ലാസ്റ്റ് പറയുകയാണെങ്കിലും ഈ പെൺകുട്ടിക്ക് തക്കതായ ഒരു ശിക്ഷ കൊലപാതകം തന്നെയാണ്. അപ്പൊ അതിന് വേണ്ടിയുള്ള അതേ ശിക്ഷ തന്നെ ഇവർക്ക് കൊടുക്കണം. വീണ്ടും ഇങ്ങനെ ചിന്തിക്കുന്നവർക്കൊക്കെ ഒരു അടി തന്നെ, അല്ലെങ്കിൽ ഓർക്കണം ഇങ്ങനെ ചെയ്ത് വല്ല പ്രശ്നമായി കഴിഞ്ഞാൽ പിന്നെ അതിലാവുമല്ലോ എന്ന് ചിന്തിക്കണം. അപ്പം ഇതിന് ഒരു കൊലക്കുറ്റം തന്നെ ഇവിടെ പേര് എടുക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇതില് വലിയ കുറ്റം ചെയ്ത പിള്ളേർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺപിള്ളേർക്കൊക്കെ ജയിലിൽ വരെ പഠിക്കാനുള്ള കാര്യങ്ങളും എടുക്കാനുള്ള കാര്യങ്ങളും എല്ലാം ചെയ്ത് കൊടുത്തിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയാണ്, ഒരിക്കലും ഇന്ന പെണ്ണാണ് ആണാണ് അങ്ങനെ നോക്കിയിട്ട് ഒരിക്കലും കുറ്റവും കാര്യങ്ങളും കൊടുക്കരുത്. ആരാണോ കുറ്റം ചെയ്യുന്നത്, ആരാണോ തെറ്റ് ചെയ്യുന്നത് ഒന്നും നോക്കാതെ തന്നെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് തന്നെ അവർക്കുള്ള ശിക്ഷ കൊടുക്കണം. എന്നാലും നമ്മുടെ ഇവിടെ ഇങ്ങനത്തെ കാര്യങ്ങൾ കുറഞ്ഞു വരത്തുള്ളൂ. ജയിലിൽ പോയി അല്ലെങ്കിൽ ബിരിയാണി നിന്നു 10 ദിവസം കഴിഞ്ഞ് ഇറങ്ങിപ്പോയി അതെന്താ എനിക്ക് ജയിലിൽ ഇപ്പൊ പണ്ടൊക്കെ ഒരു ചിന്ത ഉണ്ടായിരുന്നു, ജയിലിൽ ചെന്ന് ഇടി കിട്ടും, ഉണ്ട തിന്നും. ഇപ്പൊ അവിടെ ചെന്ന കാശ് കിട്ടും, അവിടെ ചെന്ന് പണം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നേക്കാളും പൈസ നമുക്ക് അവിടെ നിന്ന് കിട്ടും.
അപ്പൊ എന്തായാലും നമുക്ക് പറയാനുള്ള ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഇതൊരു വലിയൊരു സംഭവമായിട്ട് തന്നെ കണ്ട് നമ്മുടെ സർക്കാരാണേലും പോലീസ് അധികാരികളൊക്കെ ആണേലും എന്തായാലും ആ ഒരു ഇപ്പോഴാണെങ്കിൽ ഉള്ളിൽ ഇപ്പം റീസെന്റ് ആയിട്ട് വന്നതിനകത്ത് ആ കുടുംബം നിയമപരമായിട്ട് പോവാനാണ് പറയുന്നത്. അപ്പം അവർക്ക് നീതി കിട്ടണം. അവർക്കെന്നല്ല ഈ ഇതുപോലൊരു സംഭവം ഇനി ഉണ്ടാവരുത്, ഇതുപോലൊരു കാര്യം ഉണ്ടാവരുത്. ഇതുപോലെ നമ്മൾ അറിയാത്ത എത്രയോ കാര്യങ്ങൾ. ഇതിപ്പം ഈ ആളാണെങ്കിൽ ആത്മഹത്യ ചെയ്തുകൊണ്ടാണ് നമ്മൾ അറിഞ്ഞത്, വീഡിയോ ഇട്ടത് കൊണ്ട്. അല്ലെങ്കിൽ നമ്മൾ അറിയത്തില്ല. ഇപ്പൊ ആ പെണ്ണ് ചുമ്മാ വന്ന് പറയുവാണെങ്കിൽ നമ്മളെ ചിലപ്പോൾ ഭയങ്കരമായിട്ട് വിശ്വസിച്ചു പോയത്. ഇതിപ്പോ വീഡിയോ ഇട്ട് അങ്ങൊരു മണ്ടത്തരം കാണിച്ചു, അങ്ങനെ തന്നെ പറയാം, അങ്ങൊരു മണ്ടത്തരം കാണിച്ചുകൊണ്ടാണ് നമുക്ക് വരെ മനസ്സിലായത്. അതുകൊണ്ടൊരു ജീവിതം പോയി, അതുകൊണ്ടൊരു കുടുംബം അനാഥമായി. ഇങ്ങനൊരു പ്രശ്നം നാളെ മറ്റൊരാൾക്കും ഉണ്ടാകും. പിന്നൊരു കാര്യം നമ്മൾ മുമ്പേ പറഞ്ഞാൽ ഉറപ്പാ, ഒരിക്കലും ഇത് കൂടുതലായിട്ടും ആൾക്കാർ പ്രതികരിക്കാൻ സാധ്യതയില്ല. കാരണം മരിച്ചു പോയത് ഒരു ആണായതുകൊണ്ട് ആരും പ്രതികരിക്കാൻ കൂടുതലായിട്ട് സാധ്യതയില്ല. അഥവാ ആരെങ്കിലും പ്രതികരിക്കുകയാണെങ്കിൽ അത് തന്നെ വലിയൊരു കാര്യമായിരിക്കും. എന്തായാലും ഇവർക്ക് അതിന് തക്കതായ ഒരു ശിക്ഷ കൊടുക്കണം. എന്തായാലും ഇപ്പൊ ആള് ഒളിവിലായി, ഇപ്പൊ ഒളിവിലാണ്. പോലീസുകാരൊക്കെ അന്വേഷിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും പിടിക്കുമ്പോൾ നല്ല രീതിക്ക് തന്നെ കിട്ടേണ്ട അത് തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ കൊടുക്കണമെന്നാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പം നമുക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ.